വാപിച്ചതിനെ ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങൾക്ക് വാപിച്ചല്ലാണ്ട് വേറെ ആരുമില്ല. എത്ര പേര് വാപിച്ച് സുഖപ്പെട്ട് തിരിച്ചു വരണമെന്നാണ്. വേഗം തന്നെ വാപിച്ച് തിരിച്ചു വരാം. വാപിക്കൊണ്ട് എല്ലാവരും ദുആ ചെയ്യണം. എത്ര വേഗം തിരിച്ച് അസുഖമൊക്കെ മാറി തിരിച്ചു വരാൻ വേണ്ടി വേഗം തന്നെ എല്ലാവരും ദുആ ചെയ്യും. അസ്സലാമലൈക്കും. എൻ്റെ ഭർത്താവിന് ഇങ്ങനെ സ്ട്രോക്ക് വന്ന് രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പം അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടി നല്ലൊരു തുക കണ്ടെത്തണം. നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം, പ്രാർത്ഥിക്കണം. എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു പടിഞ്ഞാറാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അസ്സലാമലൈക്കും. എൻ്റെ വാപ്പിച്ചയ്ക്ക് പാടില്ലാണ്ട് സ്ട്രോക്ക് വന്ന് കിടക്കാണ്. വാപ്പിച്ചയ്ക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. വലിയൊരു തുക വേണം വാപ്പിച്ചയ്ക്ക് രക്ഷപ്പെടുത്താൻ. എല്ലാവരും സഹായിക്കുക. അസ്സലാമലൈക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കാരം. ഷെയ്ൻ കെ മൊയ്തീനാണ്. വളരെ അടിയന്തരമായിട്ട് നിങ്ങളുടെ എല്ലാം സഹായം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ഈ കുടുംബത്തിന് ഏറെ പ്രിയപ്പെട്ട അബൂട്ടി എന്ന് പറയുന്ന സഹോദരന് നിങ്ങൾ അയച്ചു നൽകണം. ഒരു നിമിഷം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കണം. കഴിഞ്ഞ 30-ാം തീയതിയാണ് അബൂട്ടിക്ക് സ്ട്രോക്ക് വന്ന് വളരെ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ICUയിൽ കഴിയുന്നത്. ഏകദേശം 30 ലക്ഷത്തോളം രൂപ കണ്ടെത്തിയാൽ മാത്രമേ അദ്ദേഹത്തിന്റെ ജീവനും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന്റെ ജീവിതവും നമുക്ക് തിരികെ പിടിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകും, തലയൊട്ടിയുടെ വലിയൊരു ഭാഗം എടുത്ത് മാറ്റിയ അവസ്ഥയിലാണ്. ഇനി ഏറെ നാളത്തെ ചികിത്സ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകണം. തലയോട്ടി തിരിച്ചു വെക്കുന്ന സർജറി കൂടി അദ്ദേഹത്തിന് ബാക്കിയാണ്. ആലുവ കീഴുമാട് സൊസൈറ്റി പഠിക്കുക ചെറിയൊരു ഹോളോ ബ്രിക്സിന്റെ കമ്പനിയിൽ സൂപ്പർവൈസറായിട്ടാണ് അബൂട്ടി ജോലി ചെയ്യുന്നത്. ഭാര്യയും 3 മക്കളടക്കുന്ന കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയും അത്താണിയുമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ, നമ്മുടെയൊക്കെ സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ അദ്ദേഹത്തെ നമുക്ക് ജീവിതത്തിലേക്ക് പിടിച്ചുകൊണ്ടുവരാൻ കഴിയുള്ളൂ. എല്ലാവരും സഹായിക്കുക. എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്തുള്ള കീഴ്മാട് പഞ്ചായത്തിൽ 20-ാം വാർഡിലാണ് അബൂട്ടിയും അദ്ദേഹത്തിന്റെ കുടുംബവും താമസിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ആലുവ MLA അൻവർ സാദത്തിന്റെയും മറ്റുള്ള ജനപ്രതിനിധികളുടെയും മഹല്ല് ഭാരവാഹികളുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയൊരു ജനകീയ കമ്മിറ്റി, ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണ് അബൂട്ടിക്ക് ചികിത്സക്ക് വേണ്ട 30 ലക്ഷം രൂപ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. ഈ വീഡിയോ ഷെയർ ചെയ്തും നിങ്ങളാൽ കഴിയാവുന്ന സഹായങ്ങൾ അയച്ചു നൽകിയിട്ട് എല്ലാവരും കൂടി ഉണ്ടാകും. ഇന്നിവിടെ ഈ പള്ളിയുടെ മുമ്പിൽ നിന്ന് വീഡിയോ ചെയ്യുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടുകാരനായ അബൂട്ടി. അബൂട്ടി തൊഴിൽ ചെയ്ത് ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. ഹോളോ ബ്രിക്സിൽ അവിടെ ഒരു ജീവനക്കാരനെ നിന്നു. പക്ഷെ പെട്ടെന്നാണ് സ്ട്രോക്ക് വന്ന് ഇന്ന് രാജഗിരി ഹോസ്പിറ്റലിൽ അതീവ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കിടക്കുന്നത്. പക്ഷെ അതിന് ഒത്തിരി സാമ്പത്തിക ആവശ്യമുണ്ട്. ഏകദേശം 30 ലക്ഷം രൂപയോളം ഹോസ്പിറ്റലിൽ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ നിർധനരായ ഒരു കുടുംബമാണ്, വളരെ പാവപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ കുടുംബത്തെ സഹായിക്കണം. ഞങ്ങളൊക്കെ മാക്സിമം പല കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു സഹായം ഈ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്ന, ഈ കുടുംബത്തിന്റെ ഒരു നാഥനാണ് അബൂട്ടി. അപ്പോൾ അബൂട്ടിനെ രക്ഷപ്പെടുത്താൻ നിങ്ങളുടെയൊക്കെ കഴിയുന്നത്ര സഹായം ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് ആലുവ തോട്ടുമുഖം കിഴക്കേ ജമാഅത്തിന്റെ മലയങ്കാട് ഭാഗത്ത് താമസിക്കുന്ന അബൂട്ടി എന്ന് പറയുന്ന സഹോദരൻ, ഒരു കുടുംബത്തിന്റെ 3 മക്കളുടെ ഒക്കെ അത്താണിയായ ആ സഹോദരനെ ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനാവശ്യമായ സാമ്പത്തികമായ സഹായങ്ങൾ ഇത് കേൾക്കുന്ന മുഴുവൻ വിഭാഗം ആളുകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകണമെന്ന് ജമാഅത്തിന്റെ ഖതീബ് എന്ന നിലക്ക് ഈ ജമാഅത്തിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു രോഗിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഔഷധം നമ്മളൊക്കെ കൂടെയുണ്ട് എന്ന ഫീലിംഗ് തന്നെയാണ്, വികാരം തന്നെയാണ്. അപ്പോൾ ഈ നാടിന്റെ ഒരു വികാരത്തോടൊപ്പം ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളും, വിശിഷ്യ പ്രവാസ ലോകത്തെ പ്രിയ സുഹൃത്തുക്കൾ കഴിയുന്ന സഹായം നൽകി ഈ രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മളൊന്ന് കൈവച്ചാൽ തീർച്ചയായും ആ കുടുംബത്തിന്, മക്കൾക്ക് പിതാവിനെ കിട്ടും, ഇണക്ക് തന്റെ ഭർത്താവിനെ കിട്ടും, ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ നാട്ടുകാരനെ കിട്ടും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കീഴ്മാട് പഞ്ചായത്ത് 20-ാം വാർഡ് മെമ്പറായ ഷമീർ കല്ലുങ്കൽ. എനിക്ക് വളരെയധികം അടുത്ത ഒരു സുഹൃത്താണ് അബൂട്ടിക്ക. ഇദ്ദേഹത്തിനെ നമുക്ക് എല്ലാവരും ജീവിതത്തിലേക്ക് തിരികെ കൈപിടിച്ച് കൊണ്ടുവരാമെന്ന ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട അബൂട്ടി സ്ട്രോക്ക് വന്ന് തളർന്ന് അദ്ദേഹം രാജഗിരി ഹോസ്പിറ്റലിൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും നമുക്ക്
നമ്മളെ പ്രിയപ്പെട്ട സഹോദരനെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. നമുക്ക് എല്ലാവരും കൂടി ചേർന്നാൽ നമുക്ക് സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ആ സാമ്പത്തിക സഹായം എല്ലാവരും കൈയഴിഞ്ഞ് സഹായിക്കണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു.